ഇതാ ഈ വചനം മത്തായിയുടെ സുവിശേഷത്തിലെ അധ്വാനിക്കുന്നവരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും. അത് അവിടെ ഈ അടുക്കൽ എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര അർത്ഥമാണ്. എൻ്റെ അടുക്കൽ. നമ്മൾ പറയില്ലേ ഭാര്യയോട്, നീ എൻ്റെ അടുത്തിരുന്നേ, കണ്ടോ വിഷയം മാറി, കണ്ടോ, നീ ഞാൻ അടുത്ത് വന്നേ, നീ എന്തേ മാറി കിടക്കണേ, നീ എൻ്റെ അടുത്ത് കിടന്നേ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒന്നാകുക എന്നർത്ഥം. ഒന്നാകുക, നീ ഞാനുമായിട്ട് ഒന്നാകണം. നിങ്ങളുടെ ഭാരത്തിന്റെ എല്ലാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാരം? നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊക്കെ താങ്ങാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പിന്നെ പറയണത്, എൻ്റെ നുകം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. കണ്ടോ, 3 കാര്യം. എന്തൊക്കെയാണത്? ഒന്ന്, എൻ്റെ അടുത്ത് വരുവിൻ, കം ടു മീ, ടേക്ക് അപ്പ് മൈ യോക്ക് ആൻഡ് ലേൺ ഫ്രം മീ. എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നതാണ് മുഴുവൻ. ഇത് ശിശുക്കൾക്കും ഇവിടെ 11:28 വിശേഷം, അല്ലെങ്കിൽ അതിന് മുൻപുള്ളതാണ്. യേശു ഉദ്ഘോഷിച്ചു 25, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ എല്ലാവരും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്നാൽ ഞാൻ ശ്രദ്ധിച്ചു. അതേ പിതാവ്, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അപ്പൊ ഈ പോയിന്റിൽ നമുക്ക് ഇതൊക്കെ വെളിപ്പെടുത്തി കിട്ടേണ്ടതല്ലേ? നമ്മൾ ആരാ? നമ്മൾ ദൈവരാജ്യത്തിലാണ്, ഇല്ലേ? പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അതിൻ്റെ ഭാഗമാണ് പറഞ്ഞ അധ്വാനിക്കുന്നവരും പറഞ്ഞു, നിങ്ങളിങ്ങനെ ചുമന്നുകൊണ്ട് ചെന്ന് നടന്നാൽ പോരാ, നിങ്ങൾക്ക് വെളിപ്പെടുത്തൽ കിട്ടണം. എൻ്റെ അടുത്ത് വായോ, ഞാൻ നിനക്ക് വെളിപ്പെടുത്തൽ തരാം. ഒന്നുകൂടി ഈ ബോധ്യം വെച്ചുകൊണ്ട്, കർത്താവേ എനിക്ക് വെളിപ്പെടുത്തൽ നൽകണേ. സോ നിങ്ങൾക്ക് ഭയങ്കര ദാഹം വരുന്നുണ്ടോ? ഇല്ലേ? നിഗൂഢമായ കാര്യങ്ങൾ അറിയാനുള്ള ദാഹം വരുന്നുണ്ടോ? ഇനി ഇപ്പൊ ഉടനെ തരികയാണത്. ഒന്ന് സ്തുതിക്കുക, കർത്താവേ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ നമ്മൾ ഇനി പ്രാക്ടിക്കലായിട്ട് വരിക. ദർശന വരകളിൽ 2 ഭാഗമാണ്. ഒന്ന്, ഒരു വിഷൻ കാണുന്നു, അല്ലെങ്കിൽ ഒരു സന്ദേശം കിട്ടുന്നു, അല്ലെങ്കിൽ എഴുതി കാണിച്ചു തരുന്നു. ഇതിനെല്ലാത്തിനും വ്യാഖ്യാനം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും, എൻ്റെ ബ്രദറെ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, അതിനർത്ഥം എന്താ? അപ്പോൾ ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിനോട് തന്നെ ചോദിച്ചൂടെ? നമ്മൾ വേറെ ആളടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളുമായിട്ട് ഒരു കണക്ഷൻ അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആണ്. അപ്പൊ നമ്മൾ അപ്പം തന്നെ വിടരുത്, കർത്താവേ നീ എന്നോട് ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് തരണം, എനിക്ക് മനസ്സിലാവില്ല കർത്താവ്. വേറെ ആരോടും പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് അപ്പം വിടരുത്.
അതവിടെ ബ്രദറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ കൗൺസിലറോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നാളോട് ചോദിക്കാം. അല്ല, കർത്താവിനോട് തന്നെ ചോദിക്കണം നിങ്ങളപ്പോൾ. അപ്പം നമ്മൾ കർത്താവ് ഇങ്ങോട്ട് സംസാരിച്ചാൽ നമ്മൾ ഫോൺ ചെയ്യണ മാതിരി, ഹലോ യെസ് ഇപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയില്ലേ, ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പോൾ സുവിശേഷത്തിലെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഏറ്റവും വലിയ വരം ഇതിനകത്ത് എന്താ? ശ്രവണം. എന്താണ് ശ്രവണം? ദർശനത്തെക്കാൾ കൂടുതൽ ശ്രവണം. ഹിയറിംഗ്. ദേ were listening to the voice of God. ഇപ്പോൾ വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ ആദിയിൽ വചനമുണ്ടായി എന്ന് പറയില്ലേ, പക്ഷെ അത് ഹിന്ദി ബൈബിളിൽ അങ്ങനെയല്ല. ഹിന്ദി ബൈബിളിൽ आदि में शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था, सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना, उसमें जीवन था, उस जीवन संसार का ज्योति था, उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. अबो ഓഡിയോ അതൊരു ഓഡിയോ, അതൊരു ഓറൽ, ഒരു വോയിസ് ആയിട്ടാണ് വരുന്നത്, നോട്ട് ആസ് എ സ്ക്രിപ്റ്റ്. മനസ്സിലായി? അപ്പോൾ ഈ ദൈവം നമ്മളോട് സംസാരിക്കും, നമ്മൾ സ്വരം കേൾക്കണം. നമ്മൾ ദർശനം മാത്രമല്ല കർത്താവിനോട് സംസാരിക്കും. ഇപ്പം നമുക്കിപ്പോൾ തന്നെ അതാണ് വേർഡ് ഓഫ് നോളജ്. ഒരു വേർഡ് ചിലപ്പോൾ ഒരു വെറും വാക്കായിരിക്കും കേൾക്കുന്നത്, സിംപ്ലി വൺ വേർഡ്. അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യു വിൽ ഹിയർ എ വോയിസ്, വൺ വേർഡ്. അതൊരു പക്ഷേ റിട്ടൺ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശബ്ദമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതായിരിക്കാം. ഒരു വൺ വേർഡ്. അതിൻ്റെ ഉള്ളിൽ വലിയ ഒരു പ്രപഞ്ചം ആശയമുണ്ടാകും. ഒരിക്കൽ എന്നോട് ഈശോ പറയുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, നീ ഒരു കല്ലാണ്, നീ ഒരു കല്ലാണ്. ആദ്യം അത് കേൾക്കുമ്പോൾ ഇത്തിരി പ്രയാസം പോലെ തോന്നും. എന്തുകൊണ്ടാണ്? നമ്മുടെ മാനുഷികമായ ബുദ്ധിയിലൂടെ അതിനെ അർത്ഥം നോക്കുകയാണ്. പക്ഷെ എനിക്കറിയാം ഇതെന്തോ വലിയ കാര്യമാണ് ഈശോ പറയാൻ പോണത്. ഞാൻ വീണ്ടും ദാഹത്തോടെ ഈശോയെ, നീ നല്ലത് മാത്രമേ പറയുള്ളൂ, നിന്നിൽ നിന്ന് നന്മ മാത്രമേ വരുമുള്ളൂ, നിന്നിൽ നിന്നും വിസ്മരണീയത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നീ എന്തോ വലിയ കാര്യം പറയാൻ പോവുകയാണ്. എന്താണ്? ഞാൻ സമ്മതിക്കണോ? ഞാൻ കല്ലാണെന്ന് സമ്മതിക്കണം. അപ്പൊ ഈശോ ഇങ്ങനെ ചിരിക്കണമായിട്ട് എനിക്ക് തോന്നി, ഇങ്ങനെ ചിരിക്കണമായിട്ട് തോന്നി എനിക്ക്. എന്നിട്ട് പറയാണ്, ശ്രദ്ധിക്കണേ, എന്നിട്ട് പറയാണ്, നീ ദാവീദിന്റെ കയ്യിലെ കല്ലാണ്. നീ ദാവീദിന്റെ കയ്യിലെ കല്ലാണെന്ന് പറയുന്നു. പറഞ്ഞപ്പോഴേക്കും എൻ്റെ അകത്തേക്ക് വലിയ ഒരു ശക്തി നിറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഗോലിയാത്തേ, നിന്നെ ഇപ്പോ കൊല്ലാം. ഇത് ഗോലിയാത്തിനെ കണ്ടാ മതി. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഗോലിയാത്ത് വന്നു. പിന്നെ ഗോലിയാത്ത് എപ്പോഴാ വരണേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള അന്ധകാര ശക്തി നമ്മളെ ആക്രമിക്കാൻ വരും. പക്ഷേ അതിനു മുമ്പ് കർത്താവ് നമുക്ക് അതിനെ കീഴടക്കാനുള്ള കല്ല് തന്നു. ശ്രവണമാണ് ഈ വരങ്ങളുടെ ഏറ്റവും പ്രധാനം. ഇത് മുഴുവനും ഇപ്പൊ അബ്രഹാം ശ്രവിച്ചു, മോശ ശ്രവിച്ചു, സാമുവേൽ ശ്രവിച്ചു, എല്ലാവരും കേൾക്കുകയാണ്. അപ്പൊ നമ്മളും എഫാത്ത എന്ന് നമ്മുടെ മാമോദീസായിൽ തന്നെ നമുക്ക് തുറക്കപ്പെട്ടിട്ടുള്ളതാണത്, ദൈവസ്വരം ശ്രവിക്കാൻ. സോറി, ഞാനങ്ങ് എക്സൈറ്റഡ് ആയി പോകുന്നു. നമുക്കപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥന തുടങ്ങാം. അപ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ
ഫോർ ദ ടൈം ബീങ് നിങ്ങളത് പറഞ്ഞു, ഞാൻ ഇതാ കേൾക്കുന്നത്, ഇതാ കാണുന്നത് നമുക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവരത് കൺഫേം ചെയ്യും. ഇനി അതിന് മുഴുവൻ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ 3 പേരുടെ ഗ്രൂപ്പാണ്. 3 പേരുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പായി ഇവിടെ തന്നെ തിരിച്ച് കസേരകളോട് തിരിച്ചിരിക്കുക. എന്നിട്ട് ഒരാൾക്ക് വേണ്ടി 2 പേര് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് വെയിറ്റ് ധൃതി പിടിക്കല്ലേ, പറയണത് കേൾക്ക്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുമായിട്ട് സ്നേഹിച്ച ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ആ വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ചോദിക്കരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രശ്നം നിങ്ങൾ അങ്ങോട്ട് പറയണം. എങ്ങനെ പറയും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. വാക്കിലൂടെ, സ്പർശനത്തിലൂടെ. ചിലപ്പോൾ നമുക്ക് മേലൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ ചോദിക്കണം, ഈശോ എന്താ ഈ വേദന? അവളുടെ ഹൃദയത്തിൽ ഒരു അസുഖമുള്ളതാണ്. അപ്പോൾ അത് പറയും. അപ്പോൾ ഞാനത് ആരോടും പറയാണ്ട് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഹൃദയത്തിൽ ഒരു അസുഖമുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും. അപ്പോൾ നമുക്കത് കൺഫർമേഷൻ ആയില്ലേ? ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ 2 പേർക്കും കൂടി ആകുമ്പോൾ നമുക്ക് ഒരാൾക്ക് കിട്ടുന്ന ആ ദർശനത്തിൻ്റെ ഒരു ബാക്കി ഭാഗം അടുത്ത ആൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ചേരുന്ന ഒരു കൺഫർമേഷനായിട്ട് മാറും. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ അഹെഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സ്റ്റാർട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.